ക്രിസ്തുയേശുവിൽ അനുഗ്രഹീത പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളെവരെയും കർത്താവ് ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശബ്ദ കോലാഹലങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് സത്യമേതെന്ന് നാം വിഷമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സത്യം മന്ത്രിക്കുന്നു. ഏത് നല്ലത്, ഏത് ചീത്ത, എവിടെ യേശു പറയണം, എവിടെ നോ പറയണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നാം ആശയക്കുഴപ്പത്തിലാണെങ്കിൽ, നാം പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ, എന്ത് തീരുമാനമെടുക്കണമെന്ന് വേദനിക്കുന്നുവെങ്കിൽ, ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, അതിനർത്ഥം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ല എന്നാണ്. ഇതിനെ സാധൂകരിക്കുന്ന തിരുവെഴുത്തുകളിലേക്ക് നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. സത്യത്തിന്റെ ആത്മാവായ അവൻ വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ഈ വചനം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിക്കുമ്പോൾ, തെറ്റായ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നേരായ വഴിയിലൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. വ്യർത്ഥമായത് കേൾക്കുമ്പോൾ അതിനെ തള്ളിക്കളയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. യേശുവിനെ കേൾക്കുമ്പോൾ അത് അസത്യമാണെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും അത് നമ്മെ മനസ്സിലാക്കി തരുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പ്രിയ സഹോദരനെ, പത്രോസ് കർത്താവിന്റെ ക്രൂശ് മരണത്തോടെ അവൻ ഭയന്നിരുന്നു. എന്നാൽ സീഹോൻ ഊട്ടിച്ചാലിൽ വെച്ച് അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം അവൻ ആദിമ സഭയ്ക്ക് രൂപം നൽകി. അവന്റെ ഒറ്റ പ്രസംഗത്തിൽ ഹല്ലേലൂയ 3000-ഓളം സ്ത്രീ പുരുഷന്മാർ കർത്താവിനെ സ്വീകരിച്ചു. അവർ സ്നാനമേറ്റു. അങ്ങനെ അവർ ആദിമ സഭയായി തീർന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു. നോ പറയേണ്ടത് നോ പറയുവാനോ, യേശു പറയേണ്ടത് യേശു പറയുവാനോ. നാം പല പ്രശ്നങ്ങളിൽപ്പെട്ട് നിരാശപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. അവൻ നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഉത്കണ്ഠ തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം പകരുന്നു. നമുക്ക് എന്തെങ്കിലും നഷ്ടം തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ഒരു വിദൂര ശക്തിയല്ല, അവൻ നമ്മുടെ അടുത്ത സഹായകനാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവെന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ ധരിക്കുക ദൈവത്തിന്റെ മകൻ മകൾ എന്ന നിലയിൽ നാം അവകാശപ്പെട്ടവരാണ്. ആകയാൽ വാഞ്ചയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ അയച്ച് അവിടുത്തെ സ്നേഹത്താൽ, അവിടുത്തെ കരുണയാൽ, അവിടുത്തെ സത്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ പ്രാപ്തരാക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ